this is Arun and welcome to my channel Introducing Pro. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മളുടെ യൂട്യൂബ് ചാനലാണ് നമ്മൾ യൂസ് ചെയ്യുക. യൂട്യൂബ് ചാനലിൻ്റെ തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു എങ്ങനെയാണ് നമ്മളുടെ തംബ്നെയിൽ സെറ്റ് ചെയ്യാനുള്ളത്. അത് സെറ്റ് ചെയ്യാനുള്ള വീഡിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോയി കണ്ടോളൂ. ഞാൻ വീഡിയോൻ്റെ താഴെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഇത് നമുക്ക് ആവശ്യമുള്ള ആപ്പ് ഏതാ വെച്ചാൽ പിക്സാർട്ടാണ്. പിക്സാർട്ട് ഫോട്ടോ എഡിറ്ററാണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഇതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിക്സാർട്ട് എടുക്കുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലുണ്ടാവും ഞാൻ എങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോണത്. നിങ്ങൾക്ക് വേറെ ഇതും വേണമെങ്കിലും ചൂസ് ചെയ്യാം, പക്ഷേ ഇത് ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യണമെന്നുള്ളതാണ്. നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ അക്കൗണ്ടൊക്കെ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പ്ലസ് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളുടെ ഗാലറിയിലെയും അതിൽ കുറേ ടൈപ്പ് സംഭവങ്ങളാണ്. നല്ലൊരു ആപ്പാണ് ഇത്. ഞാൻ കുറേ സംഭവത്തിന് യൂസ് ചെയ്യാറുണ്ട്. കുറേ ബാക്ക്ഗ്രൗണ്ട്സൊക്കെ നമുക്ക് കുറേ തരുന്നുണ്ട്. പിന്നെ നമുക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാനുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. നല്ലൊരു ആപ്പാണ്. അപ്പോൾ ഞാനിതിന് പ്രൊമോഷൻ കൊടുക്കാറില്ല വന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോൻ്റെ ബാക്കി ചെയ്യണം. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി അധികമൊന്നും പറയുന്നില്ല, സമയം വെറുതെ പോവും. നമുക്കവിടെ കളർ ബാക്ക്ഗ്രൗണ്ട്സ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ലൈറ്റ് ഗ്രീനാണ് ചൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഗ്രീൻ അങ്ങനെ ഒരു കളർ ആഡ്സ് വരും, അത് നിങ്ങൾ വിഷയാക്കണ്ട. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒരു ചെറിയ ആഡ്സേ വരുള്ളൂ. അപ്പോൾ സൈസ് സെറ്റ് ചെയ്യാൻ പറയും. നമ്മൾ ഒന്ന് കൊടുക്കുക, ഏതെങ്കിലും കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഇത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ടൂൾസ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാകും. ടൂൾസ് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം. പിന്നെ ക്രോപ്പ് എടുത്തിട്ട് ഇവിടെ കുറേ ലാസ്റ്റ് ഉണ്ട്. ഇവിടെ യൂട്യൂബിൻ്റെ ക്രോപ്പ് തംബ്നെയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഓക്കെ എടുക്കുക, ടിക്ക് കൊടുക്കുക. ഇനി നമുക്ക് എന്തെങ്കിലും എഴുതാണ്ടേൽ ടെക്സ്റ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതെടുത്തിട്ട് അപ്പോൾ ടൈപ്പ് ചെയ്യാൻ പറയും. ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ്. ഞാനിപ്പോൾ ഇടാൻ പോണ ഈ വീഡിയോൻ്റെ തംബ്നെയിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ തംബ്നെയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആപ്സ് ആണ്. അപ്പോൾ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ കളർ ചൂസ് ചെയ്യും. ഞാൻ ഇപ്പോൾ ഓൾറെഡി കളർ ചൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫോണ്ട്, കുറേ ടൈപ്പ് ഫോണ്ട്, ഞാൻ ഈ ഫോണ്ട് യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് കളർ നമുക്ക് ഇഷ്ടമുള്ള കളറോട് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ കളർ ചൂസ് ചെയ്തു. എന്നിട്ട് ഗ്രേഡിയൻ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പേരെന്തൊക്കെ അറിയില്ല, ഇങ്ങനത്തെ കുറേ ടെക്സ്റ്റ് ഉണ്ടാക്കാൻ വയ്ക്കും, കളേഴ്സ്. പിന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ നമുക്ക് അവിടെ കുറച്ച് ഓപ്ഷൻ ഉണ്ടാവും. അതിലുള്ള പോലെ തംബ്നെയിൽ അങ്ങനെ ഉണ്ടാക്കും. തംബ്നെയിലല്ല, അതിലുള്ള പോലെ കിട്ടും. പിന്നെ സ്ട്രോക്ക് വെച്ചാൽ അതിൻ്റെ പുറത്തുള്ള ഒരു കട്ടുള്ളൊരു വരയാണ്. അതിന് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ബ്ലാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്പാസിറ്റി എന്ന് വെച്ചാൽ അതിന് ട്രാൻസ്പറൻസി. പിന്നെ ഷാഡോ, ഞാൻ കുറച്ച് ഷാഡോ കൊടുക്കുന്നുണ്ട്. ഷാഡോ പൊസിഷൻ നമുക്കിങ്ങനെ മാറ്റാൻ പറ്റും. പിന്നെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ബ്ലറും കൂട്ടാം. ബ്ലറ് കുറയ്ക്കാം. അത്ര നമുക്ക് പൊസിഷൻ എങ്ങോട്ടും മാറ്റാം. മുകളിലേക്ക് മാറ്റാം, താഴത്തേക്ക് മാറ്റാം. പിന്നെ അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ടിക്ക് മാർക്ക് കൊടുക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ നമ്മളുടെ ഫോട്ടോ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാകും, അതെടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഫോട്ടോ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫോട്ടോ എടുത്തിട്ടില്ല, എടുക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഞാൻ വെറുതെ ടച്ച് ചെയ്തിട്ട് ആഡ് അടിച്ചാൽ മതി. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഇൻട്രോ ആണ്.
സോറി ഇൻട്രോ അല്ല, തംബ്നെയിൽ. ഇതിവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടൗട്ട് തന്നതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അയ്യോ സോറി, ഇത് ഒക്കെ എന്തൊക്കെയോ ആയി. അതാ ഇവിടെ വന്നു കട്ടൗട്ട് എന്ന ഓപ്ഷൻ. അത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2 ഓപ്ഷൻ തരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ഫ്രീ ആയിട്ട് കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നില്ല, വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിൽ. പിന്നെ അവർ തന്നെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ട് ആ സ്ഥലം മാത്രമായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് തരും. അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. കുറച്ച് നേരം ആ ലോഡിങ് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതുപോലെ ഇതിപ്പോൾ കറക്റ്റ് ആ വരിക്കൂടെയാണ്. ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ മാറ്റുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ താഴത്തായിട്ട് കണ്ണിൻ്റെ ചിഹ്നം കാണും. കണ്ണിൻ്റെ അല്ല, ഒരു കണ്ണിൻ്റെ ചിഹ്നം കാണും. അത് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റി എവിടേക്കാണ് ഉള്ളതെന്ന്. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് മായ്ച്ചു കളയാൻ പറ്റിയതൊക്കെ എറേസ് ചെയ്ത് കളയാം. ഞാനൊക്കെ എറേസ് ചെയ്യുന്നത് ഞാനത് കുറേ ബാക്കിയുള്ളതൊക്കെ എറേസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് അടിക്കണം. സേവ് അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതൊരു സ്റ്റിക്കറാവും. ഈ സ്റ്റിക്കർ അപ്പോൾ സേവ് ആയിട്ടുണ്ടാവും. എൻ്റെ ഇവിടെ എന്തോ പറ്റി. നമ്മൾ കൃത്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് അവിടെ എഫക്ട്സ് കൊടുക്കാൻ പറ്റും, ബെൻഡ് കൊടുക്കാൻ പറ്റും, ബോർഡർ കൊടുക്കാൻ പറ്റും, അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും. അഡ്ജസ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ഫിൽറ്റേഴ്സ് അല്ല, അതിൻ്റെ ക്ലാരിറ്റിയും കോൺട്രാസ്റ്റും ബ്രൈറ്റ്നസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഇത് ഗ്രീൻ അല്ലേ, അതുകൊണ്ട് നമുക്കിതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് ടിക്ക് മാർക്ക് വെക്കുക. അതായത് വീഡിയോൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇത് ഓടിക്കും, കുറച്ച് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും ഓടിക്കും, അല്ലെങ്കിൽ എൻ്റെ അപ്ലോഡിങ് നടക്കില്ല. അപ്പോൾ നേരത്തെ കുറച്ച് നേരം മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അത് അപ്ലോഡ് ചെയ്യാൻ തന്നെ കുറേ നേരം പിടിച്ചു, കാരണം നെറ്റ് ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ടിക്ക് മാർക്ക് അടിക്കുകയാണ്. ഇനി ആ ആരോ മാർക്ക് പ്രസ് ചെയ്യണം. ആഡ് വരുന്നുണ്ട്. ആ ആരോ മാർക്ക് പ്രസ് ചെയ്ത് സേവ് അടിക്കുക. സേവ് അടിച്ചു. അപ്പോൾ മുകളിൽ സേവ് ടു ഗാലറി ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് എന്തിലേക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ അവിടെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ മോർ അടിച്ചാൽ അതിലും കൂടുതൽ കാണാം. എന്നിട്ട് നമ്മൾ ഇതിൽ കുറേ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഡൺ അടിക്കാം. ഡൺ സൈഡിൽ തന്നെ ഡൺ ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ സേവായി. നമുക്കൊന്ന് ഗാലറി പോയേക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ ടെക് വീഡിയോസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ എയിം വെച്ചാൽ 1K ആണ്. ഇപ്പോൾ ഒരു ടെമ്പററി എയിമാണ്, അത് 1K ആണ്. നിങ്ങളെങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് എന്നെ 1Kയിലേക്കുള്ള ഇതിൽ എത്തിച്ചേരണം. അപ്പോൾ വേറെ എവിടെ കാണാം. അതുവരേക്കും ബായ്.